പ്രഭാത വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് പൊതുജനങ്ങൾക്ക് ഇന്ന് മുതൽ പ്രവേശനം. രാവിലെ 6:30 മുതൽ പ്രവേശനം അനുവദിക്കും. കനത്ത തണുപ്പിനെ അവഗണിച്ച് ദിവസങ്ങളായി ആയിരക്കണക്കിന് പേർ അയോധ്യ നഗരത്തിൽ തമ്പടിച്ചിട്ടുണ്ട്. പ്രതിദിനം 1 ലക്ഷത്തോളം പേർക്ക് നിലവിൽ ദർശനം നടത്താൻ കഴിയുമെന്നാണ് ക്ഷേത്രം ട്രസ്റ്റ് വിലയിരുത്തുന്നത്. ക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതല CRPF-ൽ നിന്ന് ഉത്തർപ്രദേശ് പോലീസിന്റെ പ്രത്യേക സംഘം ഇന്ന് ഏറ്റെടുക്കും. അയോധ്യയിൽ നിന്ന് രാധാകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികമായി ഇന്ത്യയിൽ നടന്നുവന്ന എല്ലാ രാഷ്ട്രീയ സംവാദങ്ങളുടെയും ഏറ്റവും അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംവാദമാണ്. കോടതി വ്യവഹാരങ്ങൾക്ക് ഒടുവിൽ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. 3 നിലകളിൽ ഉള്ള ശ്രീരാമക്ഷേത്രമാണ് അയോധ്യയിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇതിൽ 2 നിലകളിലെ പണിയാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. 3ാമത്തെ നിലയിലെ നിർമ്മിതികൾ ജൂലൈയിൽ 2024 ജൂലൈയിൽ പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ശ്രീരാമക്ഷേത്രം എന്നുള്ളത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കടന്നുപോകുന്ന ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാനായി സാധിക്കും. അങ്ങനെ ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് മാത്രമല്ല രാജ്യത്താകെ ഒരുപക്ഷെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ശ്രീരാമക്ഷേത്രത്തിന്റെ നിർമ്മിതിയാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. പരമ്പരാഗത നാഗർ ശൈലിയിലാണ് അതിമനോഹരമായി ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിന് 380 അടി നീളവും, അത് കിഴക്കു പടിഞ്ഞാറുള്ള കണക്കാണ്, 380 അടി നീളവും 250 അടി വീതിയും 161 അടി ഉയരവുമാണുള്ളത്. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ ഇനിയും നീളുന്നു. അതിൽ 392 തൂണുകളും 44 വാതിലുകളും ഈ മന്ദിരത്തിനുണ്ട് എന്നുള്ളതാണ്. ഒരു തരി ഇരുമ്പ് പോലും ഉപയോഗിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്രയധികം തൂണുകൾ ഈ ക്ഷേത്രത്തിന് വേണ്ടി വന്നത്. ക്ഷേത്രത്തിന്റെ തൂണുകളിലും ചുവരുകളിലും ഹിന്ദു ദേവതകളുടെയും ഒപ്പം ദേവീ ദേവന്മാരുടെയും രൂപങ്ങൾ കൊത്തിവച്ചിട്ടുണ്ട്. താഴത്തെ നിലയിലെ പ്രധാന ശ്രീകോവിലിൽ ശ്രീരാമന്റെ ബാല്യകാല രൂപം അതാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പ്രധാന കവാടം കിഴക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. അതിന് സിംഗ് ദ്വാർ എന്നാണ് പറയുന്നത്. 32 പടികൾ, ഈ മുമ്പിൽ കാണുന്ന 32 പടികൾ കയറിയാണ് അവിടേക്ക് ഭക്തർക്ക് എത്താനായി സാധിക്കുന്നത്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അയോധ്യയിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും എത്തിയ ഈ ജനസഞ്ചയം അയോധ്യയുടെ വിവിധ ഭാഗങ്ങളിൽ തമ്പടിച്ചിരിക്കുകയാണ്. അവർക്ക് ദർശനമാണ് ലക്ഷ്യം. അതിനുവേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അവരെല്ലാം. ദർശനത്തിന് പരമാവധി പേരെ 1 ലക്ഷം പേരെയെങ്കിലും ഒരു ദിവസം ദർശനത്തിന് അനുവദിക്കാനാണ് ട്രസ്റ്റിന്റെ തീരുമാനം. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ജനം പല മേഖലകളിൽ നിന്നും ഇവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ഒരു വലിയ രീതിയിൽ, ഒരുപക്ഷെ അയോധ്യയുടെ വികസനം വലിയ രീതിയിൽ മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്ഷേത്രത്തിന്റെ 3 നിലകളും പൂർത്തിയായി ക്ഷേത്രം പൂർണ്ണമായിട്ടും 2024 ഭക്തർക്ക് മുന്നിലേക്ക് എത്തുമെന്നാണ് ക്ഷേത്രം ട്രസ്റ്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും ക്യാമറമാൻ ജോഗേഷ് സിംഗിനൊപ്പം രാധാകൃഷ്ണൻ, 24. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഭാഗമായി രാഹുൽ ഗാന്ധി ഇന്ന് മേഘാലയയിലെ പഹിംസിയയിൽ നിന്ന് പദയാത്ര നടത്തും. പിന്നീട് അസമിലേക്ക് മടങ്ങിയെത്തുന്ന രാഹുൽ ഗാന്ധിക്കും സംഘത്തിനും ഗുവാഹത്തി നഗരത്തിൽ പര്യടനം നടത്താൻ പോലീസ് ഇനിയും അനുമതി നൽകിയിട്ടില്ല. അസമിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ കോൺഗ്രസ് രാജ്യവ്യാപകമായി പ്രതിഷേധിച്ചു. രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കുമെതിരെ അസം പോലീസ് കേസെടുത്തെങ്കിലും പ്രതിഷേധം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. എറണാകുളം മഹാരാജാസ് കോളേജ് തുറക്കുന്നതിന് മുന്നോടിയായി സർവകക്ഷി യോഗം നാളെ ചേരും. SFI പ്രവർത്തകന് കുത്തേൽക്കാനിടയായ സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് കോളേജ് അടച്ചത്. ക്യാമ്പസിൽ സമാധാനാന്തരീക്ഷം തിരിച്ചു കൊണ്ടുവന്ന് എത്രയും വേഗം കോളേജ് തുറക്കണമെന്ന് ഇന്നലെ ചേർന്ന PTA ജനറൽ ബോഡി യോഗം നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിൻസിപ്പൽ സർവകക്ഷി യോഗം വിളിച്ചത്. SSLC മോഡൽ പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് 10 രൂപ വീതം ഈടാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലറിനെതിരെ KSU ഇന്നും നാളെയുമായി മുഴുവൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലേക്കും പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കും. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പ്രതികരിച്ചു. പ്രതീകാത്മക ഭിക്ഷാടന സമരം ഉൾപ്പെടെ നടത്താനാണ് KSUവിന്റെ തീരുമാനം. ഇനിയൊരു റിപ്പോർട്ടിലേക്കാണ്. വിദേശ രാജ്യങ്ങളിലെ ജയിലുകളിൽ വധശിക്ഷ കാത്തു കഴിയുന്നത് 90 ഇന്ത്യക്കാർ. ഏറ്റവും കൂടുതൽ പേരുള്ളത് മലേഷ്യയിലാണ്.
മൊത്തം 9,521 ഇന്ത്യക്കാർ വിദേശ നാടുകളിൽ ജയിലുകളിൽ കഴിയുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. 9,521 ഇന്ത്യക്കാർ വിദേശ നാടുകളിൽ ജയിലിൽ കഴിയുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകിയ മറുപടിയിലുള്ളത്. 89 രാജ്യങ്ങളിലായാണ് ഇത്രയും പേർ ജയിലിലുള്ളത്. സൗദി അറേബ്യയിലാണ് ഏറ്റവും കൂടുതൽ, 2,200 പേർ. UAEയിൽ 2,143, നേപ്പാളിൽ 1,127, ഖത്തറിൽ 752 ഇന്ത്യക്കാർ ജയിലിൽ കഴിയുന്നുണ്ട്. കുവൈറ്റ് 410, പാകിസ്ഥാൻ 308, മലേഷ്യ 309 എന്നിങ്ങനെയാണ് കണക്ക്. എട്ട് രാജ്യങ്ങളിലായി 90 ഇന്ത്യക്കാർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ വധശിക്ഷ കാത്തു കഴിയുന്നത് മലേഷ്യയിലാണ്, 38 പേർ. UAE 25, സൗദി അറേബ്യ 14, ചൈന 5. ഇന്തോനേഷ്യ, ഖത്തർ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ ഓരോരുത്തരും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നു. സംസ്ഥാനം തിരിച്ച് എത്ര പേർ വിദേശ രാജ്യങ്ങളിൽ ജയിലിൽ കഴിയുന്നുവെന്നതിൽ കൃത്യമായ വിവരം ഇല്ലെന്ന മറുപടിയാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. R. അരുൺരാജ്, 24, കൊല്ലം. തിരുവനന്തപുരം നഗരത്തിലെ സിറ്റി സർക്കുലർ ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണെന്ന ഗതാഗത മന്ത്രിയുടെ പ്രതികരണത്തെ തുടർന്നുണ്ടായ വിവാദം അവസാനിക്കുന്നില്ല. ഈ ബസ്സുകൾ ലാഭത്തിലാണെന്ന് തെളിയിക്കുന്ന KSRTC വാർഷിക റിപ്പോർട്ട് തനിക്ക് ലഭിക്കും മുമ്പ് മാധ്യമങ്ങൾക്ക് നൽകിയതിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടിയ മന്ത്രിയുടെ നടപടിയിൽ വിയോജിപ്പും ഉയർന്നിട്ടുണ്ട്. വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച ശേഷം മാത്രം ഇനിയൊരു പ്രതികരണം മതിയെന്ന നിലപാടിലാണ് മന്ത്രി KB ഗണേഷ് കുമാർ. CPIM നേതൃത്വവും അതൃപ്തി പ്രകടിപ്പിച്ചതോടെ കരുതലോടെ നീങ്ങാമെന്നാണ് ഗതാഗത മന്ത്രിയുടെ തീരുമാനം. പ്രതിപക്ഷ സർവീസ് സംഘടനകൾ നാളെ നിശ്ചയിച്ചിട്ടുള്ള പണിമുടക്കിനെ നേരിടാൻ ഡയസ്നോൺ പ്രഖ്യാപിച്ച സർക്കാർ. അവധി അനുവദിക്കുന്നത് കർശനമായി നിയന്ത്രിക്കണമെന്ന് ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവിൽ പറയുന്നു. ജോലിക്കെത്തിയില്ലെങ്കിൽ ശമ്പളം നഷ്ടപ്പെടും. 18% DA അനുവദിക്കുക, ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷ സംഘടനകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ കായിക വിഭവശേഷി ഉയർത്താൻ ലക്ഷ്യമിട്ട് സർക്കാർ നടത്തുന്ന പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് ഇന്ന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തുടക്കമാകും. വൈകുന്നേരം 6 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിക്കും. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയുടെ ഭാഗമായി 13 വിഷയങ്ങളിൽ 105 കോൺഫറൻസുകളും സെമിനാറുകളും, സ്പോർട്സ് എക്സ്പോ, ചലച്ചിത്രോത്സവം എന്നിവ നടക്കും. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള വിദഗ്ധരടക്കം 1000ഓളം പ്രതിനിധികൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. രാജ്യാന്തര കായിക ഉച്ചകോടിക്ക് തയ്യാറായി തിരുവനന്തപുരം. ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെത്തിയെന്ന് സംഘാടകർ അറിയിച്ചു. ഉച്ചകോടിയുടെ പ്രചരണാർത്ഥം തിരുവനന്തപുരത്ത് കൂട്ടനടത്തം സംഘടിപ്പിച്ചു. മാനവീയം വീഥിയിൽ മന്ത്രി V. അബ്ദുറഹ്മാൻ കൂട്ടനടത്തം ഫ്ളാഗ് ഓഫ് ചെയ്തു. K-Walk, കേരള നടത്തം. അതാണ് കായിക ഉച്ചകോടിയുടെ പ്രചരണാർത്ഥം നടത്തിയ കൂട്ടനടത്തത്തിന് നൽകിയ പേര്. അക്ഷരാർത്ഥത്തിൽ ആ പേര് പോലെയായിരുന്നു പ്രചരണ പരിപാടിയും. കേരളം ഒന്നിച്ചു നടക്കുകയായിരുന്നു. വിവിധ കായിക ഇനങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള താരങ്ങളാണ് പ്രചരണ പരിപാടിയിൽ അണിനിരന്നത്. ഫെൻസിംഗ്, ഫുട്ബോൾ, ആർച്ചറി, റോളർ സ്കേറ്റിംഗ്, കരാട്ടെ, റോൾബാൾ, വുഷു തുടങ്ങിയ ഇനങ്ങളിലെ കുട്ടിത്താരങ്ങൾ മുതൽ പരിശീലകർ വരെ. കൂടാതെ കായിക വകുപ്പിലെ ജീവനക്കാരും K-Walkൽ പങ്കാളികളായി. കായികമന്ത്രി V. അബ്ദുറഹ്മാൻ പരിപാടിക്ക് നേതൃത്വം നൽകി. കായിക മേഖലയ്ക്ക് പുത്തനുണർവേകാൻ ഉച്ചകോടിക്കാകുമെന്നും ഇതോടെ കേരളത്തിൽ ഒരു മികച്ച സമ്പദ് വ്യവസ്ഥ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇത്തരത്തിലൊരു സമിറ്റ് നടത്താൻ കാരണം കേരളത്തിലെ കായിക രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉതകുന്ന രീതിയിലുള്ള പുതിയ വിഷയങ്ങൾ ഈ സമിറ്റിലൂടെ പുറത്തു വരും എന്നുള്ളത് കൊണ്ടാണ്. പഞ്ചായത്ത് മുതൽ സംസ്ഥാന തലം വരെ കായിക മേഖലയ്ക്ക് ഉണർവുണ്ടാകുന്ന മൈക്രോ ലെവൽ സമിറ്റുകൾ ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്ത് തന്നെ ആദ്യമായി
സ്പോർട്സ് എക്കോണമി നടപ്പിലാക്കുന്ന സംസ്ഥാനമായി നമ്മൾ മാറാൻ പോവുകയാണ്. മാനവീയ വീതിയിൽ നിന്ന് ആരംഭിച്ച കേവാക്ക് കനകക്കുന്ന് മ്യൂസിയം LMS പാളയം വഴി സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപിച്ചു. ജനുവരി 12-ന് ഉച്ചകോടിയുടെ പ്രചരണാർത്ഥം കാസർഗോഡ് നിന്ന് ആരംഭിച്ച സൈക്ലത്തോൺ പര്യടനത്തിനും സമാപനമായി. അന്താരാഷ്ട്ര കായിക ഉച്ചകോടി ഇന്ന് വൈകിട്ട് 6-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മുൻ അത്ലറ്റ് അശ്വിനി നാച്ചപ്പ, ക്രിക്കറ്റ് താരങ്ങളായ സഞ്ജു സാംസൺ, മിന്നുമണി എന്നിവർ വിശിഷ്ടാതിഥികളാകും. ജനുവരി 23 മുതൽ 26 വരെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് ഉച്ചകോടി നടക്കുക. 24 തിരുവനന്തപുരം. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ സ്കൂൾ തുറക്കും മുമ്പ് തന്നെ ലഭ്യമാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പുസ്തകം അച്ചടിക്കുന്ന KBPS-ൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. കാക്കനാട്ടെ KBPS-ൽ പാഠപുസ്തക അച്ചടി 15% പൂർത്തിയായിട്ടുണ്ട്. KBPS SCRT ഉദ്യോഗസ്ഥരുമായി മന്ത്രി വി ശിവൻകുട്ടി ചർച്ച നടത്തി. പുതിയ പാഠപുസ്തകം സ്കൂൾ തുറക്കുന്നതിന് 2 ആഴ്ച മുമ്പേയും പഴയ പാഠപുസ്തകങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് 1 മാസം മുമ്പേയും വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ഇന്നിപ്പോൾ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിട്ടുള്ളത്. 15% അച്ചടി ഇപ്പോൾ പൂർത്തീകരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഈ സമയത്ത് 3% ആയിട്ടുള്ളൂ. ഇപ്രാവശ്യം 15% ആയിട്ടുണ്ട്. KBPS-ലെ ജീവനക്കാരിൽ ഭൂരിഭാഗവും ദിവസവേതനക്കാരാണ്. പുതുക്കിയ വേതന വ്യവസ്ഥ നടപ്പിലാക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. പാഠപുസ്തകങ്ങളുടെയും ലോട്ടറിയുടെയും അച്ചടിയിലൂടെ KBPS-ന് ലഭിക്കാനുള്ള തുക എത്രയും വേഗം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളി സംഘടനകൾ മന്ത്രിക്ക് നിവേദനം നൽകി. 24 കൊച്ചി. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും വ്യോമാക്രമണം. 8 കേന്ദ്രങ്ങളിലാണ് ആക്രമണമുണ്ടായത്. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആക്രമണം. സ്വതന്ത്രമായ വാണിജ്യം ഉറപ്പാക്കാനുള്ള അനിവാര്യമായ നടപടിയെന്ന് പെന്റഗൺ വിശദീകരിച്ചു. അതിനിടെ ഗസയിലും ഖാൻ യൂനിസിലും ഇസ്രയേലിന്റെ കനത്ത ആക്രമണം തുടരുകയാണ്. 24 മണിക്കൂറിനിടെ 190 പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. ഖാൻ യൂനിസിൽ മാത്രം 65 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. 3 സൈനികരും കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. ഹിസ്ബുള്ളക്കെതിരെ ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് വ്യക്തമാക്കി. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. ദൃശ്യമാധ്യമ ചരിത്രത്തിലെ അപൂർവ സംഭവമാകും 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. NK പ്രേമചന്ദ്രൻ MP, M മുകേഷ് MLA എന്നിവരും പ്രേക്ഷക സമ്മേളനത്തിന് ആശംസ അറിയിച്ചു. പ്രേക്ഷകരാണ് കരുത്തെന്ന് 24 ലോകത്തോട് വിളിച്ചു പറയാനൊരുങ്ങുന്നു. പ്രേക്ഷക സമ്മേളനത്തിന് ഇനി ദിവസങ്ങൾ മാത്രം. വാർത്താവതരണത്തിൽ സമൂല മാറ്റം കൊണ്ടുവന്ന ചാനലാണ് 24 എന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. വാർത്താ വായനയിൽ ഒരു സഭ്യമായ സമീപനം സ്വീകരിക്കുക, ആളുകളെപ്പറ്റി തീക്ഷ്ണമായി പറഞ്ഞ് അവരെ മനസ്സിനെയും അവരുടെ ജീവിതത്തെയും തകർക്കുന്ന തരത്തിൽ 24 പോകുന്നില്ല എന്നതിൽ വളരെ അഭിമാനമുണ്ട്. വാർത്തകൾ എത്തിക്കുന്നുണ്ട്, അത് മറ്റുള്ളവനെ നശിപ്പിക്കാനുള്ള വാർത്തകൾ അല്ലാതെ പോകുന്നു എന്നതാണ്. വാർത്തകൾ എത്തിക്കാം, കുറ്റങ്ങൾ പറയാം, പക്ഷേ മറ്റുള്ള ഒരാളെയോ ഒരു വ്യക്തിയെ ഒരു പ്രസ്ഥാനത്തെയോ നശിപ്പിച്ച് കളയാനുള്ള ഒരു ഗൂഢാലോചന, ഒരു പ്രത്യേക താല്പര്യമെടുത്ത് കൂടെ നിന്ന് നശിപ്പിച്ചിട്ടേ അടങ്ങുമെന്നുള്ള ദുർവാശി, അത്തരം ദുഷ്ടലക്ഷ്യങ്ങളില്ലാത്ത ഒരു പ്രവർത്തനത്തിൽ ഞാൻ 24-നെ അഭിനന്ദിക്കുന്നു. പ്രേക്ഷകർക്കൊപ്പം യാത്ര ചെയ്യുന്ന ചാനലാണ് 24 എന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം നൂതന ആശയമെന്ന് NK പ്രേമചന്ദ്രൻ MP. തികച്ചും വിസ്മയകരമായ ഒരു അനുഭവമാണ് ഒരു ദൃശ്യമാധ്യമ വാർത്താ ചാനൽ തങ്ങളുടെ മുഴുവൻ പ്രേക്ഷകരുടെയും സംസ്ഥാന തലത്തിലുള്ള സമ്മേളനം വിളിച്ചു ചേർത്ത് ആശയവിനിമയം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് മറ്റൊരു ചാനലുമല്ല, കേരളത്തിൽ പ്രചുര പ്രചാരമുള്ള ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ വൻപിച്ച ബഹുജന മുന്നേറ്റവും പിന്തുണയും ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ള വാർത്താ ചാനലായ ന്യൂസ് 24 എന്ന വാർത്താ ചാനൽ തന്നെയാണ് ആ നൂതനമായ ദൗത്യത്തിനും തുടക്കം കുറിക്കുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് ജനശ്രദ്ധ ആകർഷിച്ച 24-ന് മാത്രമേ ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിയൂവെന്ന് M മുകേഷ് MLA. കഴിഞ്ഞ 5 കൊല്ലത്തോളമായി 24 ന്യൂസ് തുടങ്ങിയിട്ട് വളരെ സുദീർഘമായ രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ ഇന്നോവേറ്റീവായിട്ട് പല പരിപാടികളും കൊണ്ടുവരാൻ ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിലുള്ള 24-ന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല പ്രധാന സംഭവങ്ങളും 24-ലൂടെ കാണാൻ ആൾക്കാർ ആഗ്രഹിക്കുന്നതും. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ പ്രേക്ഷകരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് വെച്ച് നടത്തുന്നത്. അതും വളരെ നൂതനമായ ഒരാശയമാണ്. ഈ മാസം 28-ന് കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം. 24 കൊല്ലം.
ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. പാലക്കാട് ചെർപ്പുളശ്ശേരി നെല്ലായിയിൽ മരമില്ലിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നിഖിൽ പ്രമേഷ് ഉണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. നിഖിൽ, ഏതാണ്ട് 4 മണിക്കൂറോട് അടുക്കുന്നു. ഈ സമയം വരെയും തീ അണയ്ക്കുവാൻ, നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ലെന്നാണോ? അതെ, ഇതുവരെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. പുലർച്ചെ 2:30 മണി മുതലാണ് തീപിടുത്തമുണ്ടായത്. തൊട്ടടുത്ത വീട്ടിലെ ആളുകളാണ് ഈ മരമില്ലിൽ തീ പടർന്നു പിടിക്കുന്നതായി കണ്ടത്. ഉടനെ തന്നെ ഈ മില്ലിന്റെ ഉടമയെയും അടക്കം തന്നെ ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. 4 ഇടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് ഇപ്പോൾ ഒരുമിച്ചെത്തി തീ അണച്ചുകൊണ്ടിരിക്കുന്നത്. ഷൊർണൂർ, പെരിന്തൽമണ്ണ, പട്ടാമ്പി, കോങ്ങാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം ഒരുമിച്ചെത്തി തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീപിടുത്തത്തിൽ ഈ മില്ലിൽ നിർത്തിയിട്ട വാഹനങ്ങളും 2 വാഹനങ്ങളും കത്തിനശിച്ചതായുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. സമീപ പ്രദേശങ്ങളിലെ വീടുകളിലെ ആളുകളെ താൽക്കാലികമായി മറ്റിടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മരം ആയതുകൊണ്ട് തന്നെ കൂടുതൽ കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം നിലവിലത്തെ സാഹചര്യത്തിൽ ലഭ്യമായിട്ടില്ല. ഈ സമയത്ത് ഈ തീപിടുത്തം നടക്കുന്ന സമയത്ത് അവിടെ തൊഴിലാളികളടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന കാര്യം. എന്നാൽ ഇവർക്ക് കാര്യമായ പരിക്കേറ്റതായുള്ള വിവരങ്ങൾ നിലവിലത്തെ സാഹചര്യത്തിൽ ലഭ്യമല്ല. ഇവരെല്ലാം തന്നെ തീപിടുത്തം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും 4 ഇടങ്ങളിലെ ഫയർഫോഴ്സ് സംഘം എത്തി തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ നിലവിലത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞിട്ടില്ല. നേരത്തെയും സമാനമായ തരത്തിലുള്ള തീപിടുത്തം ഈ മരമില്ലിൽ ഉണ്ടാകാനുള്ള വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്നുള്ളത് വ്യക്തവുമല്ല. ഈ മരമില്ലിന് തൊട്ടടുത്തുള്ള വീടുകളിലെ ആളുകളോടൊപ്പം തന്നെ ഈ റോഡിലൂടെ കടന്നു പോകുന്ന ആളുകളുമാണ് തീപിടുത്തം ഉണ്ടായ വിവരം ആദ്യം അറിയുന്നത്. ഉടനെ തന്നെ ഫയർഫോഴ്സിനെ അടക്കം വിവരം അറിയിച്ച് തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ചെർപ്പുളശ്ശേരി നെല്ലായിലാണ് മരമില്ലിൽ തീപിടുത്തമുണ്ടായത്. പുലർച്ചെയുണ്ടായ തീപിടുത്തം തൊട്ടടുത്തുള്ള വീട്ടുകാരാണ് ശ്രദ്ധിച്ചത്. പക്ഷേ ഇപ്പോൾ 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയെങ്കിലും തീ അണയ്ക്കാനുള്ള ശ്രമം അത് പൂർണ്ണമായി വിജയിച്ചിട്ടില്ല. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള കിണഞ്ഞുള്ള പരിശ്രമം അവിടെ തുടരുന്നു എന്നതാണ് പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് നൽകിയ വിവരം. ഇതര സംസ്ഥാന ലോട്ടറികൾ നിയന്ത്രിക്കാൻ അധികാരമുണ്ടെന്ന കേരളത്തിന്റെ വാദം ചോദ്യം ചെയ്ത് നാഗാലാൻഡ് സുപ്രീം കോടതിയിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചു. ലോട്ടറി നിയന്ത്രണ ഭേദഗതിക്കെതിരെ നാഗാലാൻഡ് സമർപ്പിച്ച ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആർക്കെ, വീണ്ടും ഇതര സംസ്ഥാന ലോട്ടറികൾ കേരളത്തിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ടോ? അത്തരത്തിലാണോ ഈ കേരളത്തിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഈ ഹർജിയിൽ നാഗാലാൻഡ് ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഹർജി സമർപ്പിച്ചത് നാഗാലാൻഡാണ്. നാഗാലാൻഡ് സമർപ്പിച്ച ഹർജിയിൽ കേരളം ഒരു സത്യവാങ്മൂലം, മറുപടി സത്യവാങ്മൂലം നൽകിയിരുന്നു. ആ സത്യവാങ്മൂലത്തിൽ കേരളം ചൂണ്ടിക്കാട്ടുന്നത് ഈ കബളിപ്പിക്കലിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാനായിട്ടുള്ള അവകാശം സംസ്ഥാന സർക്കാരിനുണ്ട് എന്നുള്ളതാണ്. ലോട്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കേന്ദ്ര നിയമമാണെങ്കിലും അവിടെ കബളിപ്പിക്കൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇടപെടാൻ സാധിക്കും എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. എന്നാൽ ഇപ്പോൾ നാഗാലാൻഡ് ഇതിന് മറുപടി എന്ന രീതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് ഈ കബളിപ്പിക്കൽ എന്ന കേരളം ഉപയോഗിക്കുന്ന പരാമർശം അത് ഒട്ടും ഉചിതമല്ലാത്തതും അഥവാ സത്യസന്ധമല്ലാത്തതുമാണ്. ഏതെങ്കിലും വിധത്തിൽ ആരെയും കബളിപ്പിക്കാനായിട്ട് തങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. നേരത്തെ തന്നെ എല്ലാ പ്രഖ്യാപനങ്ങളും ഒക്കെ നടത്തിയതിനു ശേഷമാണ് ഈ ലോട്ടറി അവതരിപ്പിക്കുന്നത്. ഈ ലോട്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും നിയമനിർമ്മാണത്തിന് നിലവിലുള്ള സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് ബാധ്യതയുള്ളത്, അഥവാ അവർക്ക് മാത്രമാണ് സാധിക്കുക. ഈ അധികാരത്തെയാണ് കേരളം ദുർവിനിയോഗം ചെയ്തത് എന്നുള്ളതാണ്. തങ്ങൾക്ക് വ്യാപാരം നടത്താനായിട്ടുള്ള അവകാശം അതിനെ കേരളം ലംഘിച്ചിരിക്കുകയാണ് എന്നതടക്കമുള്ള ആക്ഷേപങ്ങളാണ് ഈ കേരളം സമർപ്പിച്ച മറുപടിക്ക് എതിർ സത്യവാങ്മൂലത്തിലൂടെ ഇപ്പോൾ നാഗാലാൻഡ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. ഗോകുൽ ചോദിച്ചതുപോലെ ഈ കേരളത്തിലേക്ക് അന്യസംസ്ഥാന ലോട്ടറി മടങ്ങി എത്തുമോ ഇല്ലയോ എന്നുള്ള ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിഷയത്തിൽ ഏറ്റവും നിർണായകമായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികൾ. ശരി, ആർക്കെ, ഏതായാലും കേരളത്തിന്റെ ഇതര സംസ്ഥാന ലോട്ടറികളെ നിയന്ത്രിച്ച നടപടി അല്ലെങ്കിൽ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് നാഗാലാൻഡിന്റെ ഹർജി സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യക്ക് ഇന്ന് നിർണായക മത്സരം. സിറിയയാണ് എതിരാളികൾ. വൈകിട്ട് 5-ന് അൽബെയ്ത്ത് സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. മലയാളി താരം സഹൽ അബ്ദുൽ സമദ് ആദ്യ 11-ൽ ഇടം പിടിക്കും. ആദ്യ 2 മത്സരങ്ങൾ പരാജയപ്പെട്ട ഇന്ത്യക്ക് നോക്കൌട്ട് പ്രതീക്ഷകൾ സജീവമാക്കാൻ ഇന്ന് വമ്പൻ ജയം അനിവാര്യമാണ്. ഇതോടെ പ്രഭാത വാർത്തകൾ പൂർണ്ണമാകുന്നു.